ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 35. ഭയാദ്രണാദു പരദം മം ചിന്യേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. വിവർത്തനം. ഭയം കൊണ്ടു മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസാരനായി കരുതും. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തന്റെ തീരുമാനം തുടർന്നു പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലം വിട്ടതെന്നേ കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരരോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാനിടയില്ല. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് അനുമാനിച്ച് നിന്നെക്കുറിച്ച് അവർക്കുള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും. ശ്ലോകം 36. ആവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകീം. വിവർത്തനം. ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും. നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? ഭാവാർത്ഥം. ആദ്യം അർജുനന്റെ ആസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്കു മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തന്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. ശ്ലോകം 37. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. വിവർത്തനം. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം. ജയം അർജുനന്റെ കക്ഷിക്കാവുമെന്ന് നിശ്ചയിക്കാനാവില്ല. എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാമല്ലോ. ശ്ലോകം 38. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. വിവർത്തനം. യുദ്ധത്തിനു വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. ഭാവാർത്ഥം. യുദ്ധത്തിനു വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നമുദിക്കുന്നേയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണമുണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യുന്ന കർമ്മം സത്വഗുണത്തോടു കൂടിയായാലും രജോ ഗുണത്തോടു കൂടിയായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നത് പോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിം കരോ നായമൃണീ ച രാജൻ സർവാത്മനാ യശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് മുകുന്ദന് പൂർണമായി ആത്മാർപ്പണം ചെയ്തവന് ദേവന്മാരോടോ
ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോടു തന്നെയോ കടപ്പാടൊന്നുമില്ല. ഭാഗവതം 11:5-41. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കൂടുതൽ വിശദീകരിക്കപ്പെടും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.